നല്ല ചങ്ങാതിമാർ. കിട്ടു മഹാവികൃതിയായിരുന്നു. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കുസൃതി കാണിച്ചുകൊണ്ടിരിക്കും. വെറുതെ ഇരിക്കുന്നത് അവന് ചിന്തിക്കാനേ വയ്യായിരുന്നു. ഒരു ദിവസം എന്തോ വലിയ വികൃതി കാണിച്ച കിട്ടുവിന് അമ്മയിൽ നിന്ന് കണക്കിനു കിട്ടി. കിട്ടു വലിയ വായിൽ കരഞ്ഞുകൊണ്ട് വീട് വിട്ടിറങ്ങി. എന്തു തന്നെയായാലും ഇനി വീട്ടിലേക്കില്ല എന്ന് തീരുമാനിച്ച കിട്ടു നടന്നു കാട്ടിലെത്തി. ആദ്യമായാണ് കിട്ടു കാട് കാണുന്നത്. നല്ല കൂട്ടുകാരെ കണ്ടുപിടിച്ച് അവിടെ തന്നെ കൂടിക്കളയാമെന്ന് തീരുമാനിച്ച് അവൻ ഒരു മരച്ചുവട്ടിലിരുന്നു. അപ്പോൾ അതുവഴി വലിയൊരു കൊമ്പനാന വന്നു. ആനയെ ചങ്ങാതിയാക്കിയാലോ? അയ്യോ വേണ്ട, മല പോലുള്ള ആനയുമായി എങ്ങനെ കൂട്ടുകൂടും? അവൻ ആനയെ ഉപേക്ഷിച്ചു. പിന്നെ അതാ വരുന്നു ഒരു കലമാൻ. കലമാന് ചുള്ളിക്കമ്പ് പോലുള്ള നീളൻ കൊമ്പുണ്ട്. അവനുമായി കൂടിച്ചേർന്നാൽ ചുള്ളിക്കമ്പ് തൻ്റെ മേൽ തുളഞ്ഞു കയറില്ലേ? കിട്ടു ആശങ്കിച്ചു. വേണ്ട, കലമാനും വേണ്ട, കിട്ടു തീരുമാനിച്ചു. അടുത്തതായി വന്നത് ഒരു കുരങ്ങനാണ്. ദേഹം മുഴുവൻ രോമവും നീളൻ വാലുമുള്ള മരച്ചാടി കുരങ്ങനുമായി കൂട്ടുകൂടിയാൽ കുടുങ്ങിയതു തന്നെ. കിട്ടു മനസ്സിൽ പറഞ്ഞു. പിന്നെ കണ്ടത് ഒരു കടുവയെയായിരുന്നു. ഹായ്, എന്തു ഭംഗിയാണ് കടുവയെ കാണാൻ! മഞ്ഞയും കറുപ്പും വരെയുള്ള ഒതുക്കമുള്ള ശരീരം. കൊള്ളാം, കടുവ നല്ല ചങ്ങാതി തന്നെ, കിട്ടു ഉറപ്പിച്ചു. കിട്ടു കടുവയോടൊപ്പം കൂടി. കുറച്ചു ചെന്നപ്പോൾ കടുവ തനിനിറം പുറത്തു കാട്ടി. കടുവ പറഞ്ഞു, ഹയ്യടാ, കുറേ നാളായി ഒരു മനുഷ്യക്കുട്ടിയെ തിന്നിട്ട്. ഇന്നെനിക്ക് കോളായി. അത് കേട്ട് പേടിച്ച കിട്ടു ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. നിലവിളി കേട്ട കൊമ്പനാനയും കലമാനും കുരങ്ങും ഓടിയെത്തി. കടുവ ഓടി രക്ഷപ്പെട്ടു. കിട്ടുവിന് ലജ്ജ തോന്നി. സൗന്ദര്യമില്ലെന്നും തനിക്ക് ചേരില്ലെന്നുമൊക്കെ പറഞ്ഞ് താൻ ഒഴിവാക്കിയ കൊമ്പനാനയും കലമാനും കുരങ്ങും എന്നെ രക്ഷിച്ചു. പുറമേ കാണുന്ന രൂപം മാത്രം നോക്കി ചങ്ങാതിമാരെ തിരഞ്ഞെടുക്കരുതെന്ന് കിട്ടു പഠിച്ചു. നല്ല ചങ്ങാതിമാർ എന്ന ബുക്കിൻ്റെ നെക്സ്റ്റ് പാർട്ടിനായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.